JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലക്ഷ്മി സരസ്വതി യോഗത്തെക്കുറിച്ചാണ്. ഇത് വളരെയേറെ പ്രസിദ്ധമായ, അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള, സരസ്വതീ ദേവിയും ലക്ഷ്മി ദേവിയും ഒന്നിച്ച് അനുഗ്രഹിക്കുന്ന ഒരു യോഗമാണ് ഈ ലക്ഷ്മി സരസ്വതി യോഗം. ഈ യോഗം ഉണ്ടാകുന്നത് കന്നിമാസത്തിലെ വിദ്യാരംഭത്തിന് പ്രാധാന്യമുള്ള നവരാത്രി കാലത്ത് സംഭവിക്കുന്ന ഒരു യോഗമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അപൂർവ ലക്ഷ്മി സരസ്വതി യോഗം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. വിദ്യ കൊണ്ട് ഉയരങ്ങളിലെത്താൻ നവരാത്രി കാലത്ത് ദേവിയുടെ വരദാനം ലഭിക്കുന്നവർ ആരെന്ന് നോക്കാം. ലക്ഷ്മി സരസ്വതി യോഗത്തിൻ്റെ ലക്ഷണം ഇങ്ങനെയാണ്. ശുക്രനും ബുധൻ വ്യാഴം ഈ 3 ഗ്രഹങ്ങൾ കേന്ദ്ര ത്രികോണ രാശിയിൽ വരണം. കേന്ദ്ര ത്രികോണ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ലഗ്നരാശി, 4-ാം രാശി, 7-ാം രാശി, 10-ാം രാശി. അതുപോലെ ത്രികോണം എന്ന് പറയുമ്പോൾ 5-ാം രാശി, 9-ാം രാശി. അപ്പം ഇങ്ങനെ കേന്ദ്ര ത്രികോണ രാശിയിൽ വരുമ്പോഴാണ് ഈ യോഗത്തിൻ്റെ ആ ഒരു ലക്ഷണം നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വർഷവും കന്നിമാസവും നവരാത്രി ആഘോഷവും വിദ്യാരംഭവും നടക്കും, അതെല്ലാവർക്കും അറിയാം. എന്നാൽ ഇതുപോലെ ഗ്രഹങ്ങൾ യോഗം ചെയ്തു വരുന്ന ഒരു അപൂർവ സമയമാണ് ഇപ്രാവശ്യത്തേത്, ഈ 2024 എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ യോഗം വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയും അതുപോലെ വിദ്യ കൊണ്ട് അഭിവൃദ്ധിയും, സംഗീതം, നൃത്തം, പ്രസംഗകല, അഭിനയം, ലളിതകലകൾ മുതലായവ ഈ പറഞ്ഞ കലാകാരന്മാരുടെ അല്ലെങ്കിൽ കലയുടെ വളരെയേറെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെയേറെ നേട്ടമുണ്ടാകുന്ന ഒരു കാലമാണ് ഇത്. കാരണം കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്, സംഗീതമായാലും നൃത്തമായാലും ലളിതകലയിലെ ഏത് വിഭാഗമായാലും അത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നവരാത്രി. പ്രത്യേകിച്ച് സംഗീതത്തിനൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. അപ്പം ഈ യോഗത്തിന് അനുകൂലമായിട്ട് വരുന്ന രാശിക്കാരെന്ന് പറയുന്നത് മകരൻ രാശി. മകരൻ രാശിയുടെ 10-ൽ ലക്ഷണമനുസരിച്ച് 10-ൽ സ്വക്ഷേത്രത്തിൽ ശുക്രൻ, 9-ൽ ഉച്ചത്തിലെ ബുധൻ, 5-ൽ വ്യാഴം. ഇതാണ് മുമ്പേ പറഞ്ഞ കേന്ദ്ര ത്രികോണ രാശികളിൽ ശുക്രനും ബുധനും വ്യാഴവും ഈ 3 ഗ്രഹങ്ങളും വരുന്ന ഒരു യോഗം എന്ന് പറയുന്നത്. 9-ൽ ഉച്ചത്തിലെ ബുധനും 5-ൽ ഗുരുവും, അതുപോലെ തന്നെ മകരൻ രാശിയുടെ 10-ൽ സ്വക്ഷേത്രത്തിൽ വരുന്ന ശുക്രനും. ഇത് 2024 സെപ്റ്റംബർ മാസം 23-ന് കന്നിമാസം 7-ാം തീയതി ബുധൻ കന്നിരാശിയിൽ പ്രവേശിക്കും. അതായത് സെപ്റ്റംബർ 23-ന്. ശുക്രൻ സെപ്റ്റംബർ 18-ന്, അതായത് കന്നിമാസം 2-ാം തീയതി സ്വക്ഷേത്രമായ തുലാം രാശിയിൽ വരും. വ്യാഴം ഇടവത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ യോഗം സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 13 വരെയുള്ള കാലമാണ് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ അറിവിൻ്റെയും വിദ്യയുടെയും അക്ഷരങ്ങളുടെയും അതുപോലെ ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ദേവതയായ സരസ്വതീ ദേവിയും ഐശ്വര്യത്തിൻ്റെ ഉറവിടമായ മഹാലക്ഷ്മിയും അനുഗ്രഹം ചൊരിയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ 2024 നവരാത്രി കാലം എന്നുള്ളതാണ്. മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ കന്നിമാസത്തിൽ അത്ര മോശമൊന്നുമല്ല. മകരൻ രാശിക്ക് 2-ലെ ശനി മൂലക്ഷേത്രാധിപനാണ്. 3-ൽ രാഹുവുണ്ട്, 6-ൽ ചൊവ്വയുണ്ട്. ഇവരും അത്ര ദോഷമായിട്ടൊന്നും പറയത്തക്ക സ്ഥാനങ്ങളിലല്ല. ശുക്രനും ബുധനും ഗുരുവും 3 പേരും കേന്ദ്ര ത്രികോണ രാശിയിലോ, അതായത് കേന്ദ്ര രാശിയിലോ ത്രികോണ രാശിയിലോ വരണം എന്നുള്ളതാണ് നിയമം. അപ്പം മകരൻ രാശിക്ക് അനുകൂലമായിട്ട് കേന്ദ്ര രാശിയിലും
ത്രികോണരാശിയിലുമായിട്ട് ഈ 3 ഗ്രഹങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ത്രികോണഭാവമായ 5-ൽ വ്യാഴവും 9-ാം ഭാവത്തിൽ ബുധനും കേന്ദ്രരാശിയായ 10-ൽ ശുക്രനും വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു യോഗം ഭാഗ്യസ്ഥാനമായ 9-ൽ സൂര്യനും ബുധനും യോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നിപുണയോഗം കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളിങ്ങനെ ഈ ഒരു യോഗത്തെക്കുറിച്ച് പറഞ്ഞു, അത് സരസ്വതി യോഗമായിരുന്നു. മറ്റൊന്ന് വന്നു ലക്ഷ്മി യോഗമാണ്. ഇപ്പോൾ നിപുണയോഗം കൂടി വന്നപ്പോൾ അത് മകരൻ രാശിയിൽ ഏതൊക്കെ നാളുകാരെ ആണ് ഇത് ഗുണകരമായി അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കുമ്പോൾ അവിട്ടം, തിരുവോണം, ഉത്രാടം, തിരുവോണം, അവിട്ടം. അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ 2ഉം 3ഉം 4ഉം പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1ഉം 2ഉം പാദങ്ങളും ചേരുന്നതാണ് ഈ മകരം രാശിക്കൂറുകാർ. അപ്പോൾ വിദ്യാദേവി ഈ മകരൻ രാശിക്കാരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏഴരാണ്ടശനി 2025 മാർച്ച് വരെ ഏതാണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശനിദോഷം നമ്മൾ മകരൻ രാശിക്ക് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയോ അതുപോലെ തന്നെ ശിവൻ്റെ ക്ഷേത്രത്തിൽ, മഹാദേവൻ്റെ ക്ഷേത്രങ്ങളിൽ ധാരയും അർച്ചനയും ഒക്കെ ചെയ്യുമ്പോൾ, അതുപോലെ നവരാത്രിക്കാലമായതുകൊണ്ട് ദേവീ പ്രാർത്ഥനയും വളരെ അത്യാവശ്യമാണ്. കാരണം ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയും വിദ്യയുടെ ദേവതയായ സരസ്വതീ ദേവിയും അനുഗ്രഹിക്കുന്നതിന്, ദേവീ കൃപയുണ്ടാകുന്നതിനും കടാക്ഷം ഉണ്ടാകുന്നതിനും ദേവിയെ ഭജിക്കുന്നതോടൊപ്പം തന്നെ ശനിയുടെ ദോഷത്തിന് നമ്മൾ വേണ്ട പരിഹാരവും ചെയ്ത്, അതുപോലെ ശാസ്താവിനും ശിവനും മഹാദേവനും ഞായറാഴ്ചയും ശനിയാഴ്ചയും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവരുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് കലാകാരന്മാർക്കും അതുപോലെ തന്നെ വിദ്യ അഭ്യസിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഏത് തരത്തിലുള്ളവർക്കായാലും അവർക്കെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അപ്പം നവരാത്രി കാലം വളരെ വിശേഷപ്പെട്ട കാലമായതുകൊണ്ട് ജീവിതത്തിൻ്റെ വിജയത്തിന് അറിവും ബുദ്ധിയും വിദ്യയും അത്യാവശ്യമാണ്. അക്ഷരത്തിൻ്റെ മഹത്വം അറിയാൻ, അത് പ്രത്യേകിച്ച് വിദ്യാരംഭത്തിൻ്റെ ഒരു കാലമാണ്. ഈ വിദ്യാരംഭത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ വിദ്യ ആരംഭിക്കുന്ന, ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്ന 10 അക്ഷരം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നതും നമ്മൾ അറിയുന്നതും പണ്ട് മുതലേ ഉള്ള ആചാരവും ഹരി ശ്രീ ഗ ണ പ ത യേ നാമ, ഈ 10 അക്ഷരം. എന്തിനാണ് ഈ 10 അക്ഷരം? ഈ അക്ഷരം തന്നെ എഴുതിക്കുന്നത് സ്വരാക്ഷരമോ വ്യഞ്ജനാക്ഷരമോ വേറെ ഏതെങ്കിലും അക്ഷരം എഴുതിച്ചാൽ പോരെ, അങ്ങനെ പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരും കാണും. പക്ഷെ പണ്ട് മുതൽ നമുക്കങ്ങനെ ഒരു ആചാരാനുഷ്ഠാനം നിലനിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 അക്ഷരത്തിൻ്റെ, ഹരിശ്രീയുടെ 10 അക്ഷരത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാൻ ഞാൻ നേരത്തെ ഇച്ചിരി പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ ഗണപതയെ നമ, അതിൻ്റെ അർത്ഥവും സാരവും അതിൻ്റെ ഉദ്ദേശവും ഒക്കെ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാകും. അപ്പോഴാണ് വിദ്യ കൊണ്ട് ഒരാളിൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാലവും, പ്രത്യേകിച്ച് നവരാത്രി കാലവും വിജയദശമി വിദ്യാരംഭവും എല്ലാം തന്നെ അത് ജീവിതത്തിൽ ഉപകാരപ്പെടണമെങ്കിൽ ആ 10 അക്ഷരം, ആദ്യം പഠിക്കുന്ന 10 അക്ഷരത്തിൻ്റെ മഹത്വം എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തായാലും ഈ ലക്ഷ്മി സരസ്വതി യോഗം ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു യോഗമാണ്. അത് എല്ലാവർക്കും ഗുണകരമാകട്ടെ ഈ നവരാത്രി കാലത്ത് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.